ഞാൻ ഇന്നുള്ളത് ന്യൂ വിസ്ഡം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ മുറ്റത്താണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട് റൂട്ടിൽ പാലുവ എന്ന് പറയുന്ന സ്ഥലത്ത്, പാവർട്ടിക്കൊക്കെ തൊട്ടടുത്താണ്. ഇവിടെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ന്യൂ വിസ്ഡം കോളേജിന് മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തതയുണ്ട്. ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നാണ് പറയുന്നതെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് കോഴ്സ്, വെറൈറ്റി ആയിട്ടുള്ള കോഴ്സ് ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. വളരെ വ്യത്യസ്തമായൊരു ഐഡിയയിലൂടെ, ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്നൊക്കെ പറയാം, നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് വ്യത്യസ്തത പുലർത്തുന്ന ഒരു ഐഡിയയിലൂടെയാണ് ഈ കോളേജ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 25 വർഷത്തോളം പാരമ്പര്യമുണ്ട്. എന്നാൽ പുതിയൊരു മുഖത്തോടു കൂടിയാണ് കോളേജ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കോഴ്സാണ് ഇവിടെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികൾക്ക്, ഇവിടെ വരുന്ന കുട്ടികൾക്ക് എന്തായാലും പുതിയൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുക എന്നുള്ളതിൽ ഡൗട്ടൊന്നുമില്ല. ഇവിടെ പഠിച്ചിറങ്ങുന്ന സമയത്ത്, നമ്മളൊരു കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, നല്ല ജോലി കിട്ടണം, അങ്ങനെ കുറേ ഡ്രീം ഉണ്ടാവുമല്ലോ. അതിലേക്ക് എത്തിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുമ്പോൾ നല്ലൊരു ജോലിയായിട്ട് പോകാവുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാ പ്ലാനിങ്ങും ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ എടുത്ത് പറയേണ്ട കാര്യമാണ്. മാത്രമല്ല, ഈ ഒരു കോഴ്സിൻ്റെ കാര്യമാണെങ്കിലും കോളേജിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ നമുക്ക് തീർച്ചയായിട്ടും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂൾ മാനേജറെ നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ ന്യൂ വിസ്ഡം കോളേജിലെ കോഴ്സുകളെ പറ്റിയും ഇവിടുത്തെ മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കറിയാം. മാനേജറായിട്ടുള്ള മെഹ്റൂഫാണ് നമ്മുടെ കൂടെയുള്ളത്. ഹലോ സർ. പൊതുപ്രവർത്തകനാണ്, ഒരുപാട് തിരക്കുകളുണ്ട്, നമ്മുടെ നാടിനെ കുറിച്ചും ഒരുപാട് ന്യൂജൻ തോട്ട്സ് ഉള്ള ഒരു വ്യക്തിയാണ്. ഒരു വിഷൻ ഉണ്ട്, മിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ, നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനിടയിൽ നമുക്ക് സ്കൂൾ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ? നമ്മുടെ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ പാവർട്ടി, പാലുവായി ഭാഗത്ത് മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കോഴ്സസ് ആണ് ഇവിടെ ഓഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോളേജിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കോളേജ് ഒരു 24 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു കോളേജാണ്. നമ്മൾ ഇത് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളൊരു എയിമിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും കോഴ്സുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കോഴ്സുകളുടെ ബാഹുല്യമല്ല, കോഴ്സുകളുടെ കൊടുക്കുന്ന കോഴ്സുകളിലൂടെ വരുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു സക്സസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ക്വാളിറ്റി ഒരു എഡ്യൂക്കേഷൻ 100% ക്വാളിറ്റിയാണ് നമ്മൾ എയിം ചെയ്യുന്നത്. ന്യൂ വിസ്ഡം കോളേജിൻ്റെ ഞാൻ ആദ്യമായിട്ട് വരാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഒരു അൺഎയ്ഡഡ് കോളേജിൽ വരുമ്പോൾ മിക്കവാറും ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഫ്ലോറിലോ അങ്ങനെയൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കോളേജുകളാണ് നമ്മൾ സാധാരണ കാണാറ്. പക്ഷെ ഇവിടെ ശരിക്കും ഒരു എയ്ഡഡ് കോളേജിനെ അനുസ്മരിപ്പിക്കും ഇതാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രീനറി ഉണ്ട്, ഇരിക്കാനായിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട്, നല്ലൊരു ബിൽഡിംഗ് ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു സ്റ്റേജ്, അങ്ങനെ മൊത്തത്തിൽ നമ്മളൊരു എയ്ഡഡ് കോളേജിൽ വരുന്ന ഒരു ഫീല് തന്നെയാണ് ഇവിടെ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അത് ശരിക്കും നല്ലൊരു, അവർക്കും അത് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യാവുന്ന ഒരു പോയിന്റ് തന്നെയായിരിക്കും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ. അത് സാറിൻ്റെ ഒരു കൈയൊക്കെ ഉണ്ടോ അതിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ള ഇതിലൊക്കെ? ഇത് 100% നമ്മുടെ ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് ഇത് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതെൻ്റെ വീടായിരുന്നു. ഈ വീടിനെ ഞാൻ ബിൽഡിംഗ് ആക്കി മാറ്റുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ ആഗ്രഹമാണ് പഠിക്കുന്ന കുട്ടികൾ അവരുടെ ഒരു പീസ് ഓഫ് മൈൻഡ്, അവരുടെ അറ്റ്മോസ്ഫിയറിന് വലിയൊരു ഘടകമുണ്ട്, ക്ലാസ് റൂം അടക്കം വരുന്ന, അത് ഏറ്റവും പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. തീർച്ചയായിട്ടും ഇവിടെ ശരിക്കും അത് ആ ഒരു കാര്യത്തിൽ നമുക്ക് വരുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്നുള്ളത്. ആ ഗ്രീനറി ആണെങ്കിലും അതൊരു സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിലും ഒക്കെ അതെ. പണ്ട് സാധാരണ നമ്മൾ കണ്ടുവരുന്നൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിഗ്രി കോഴ്സിന് ചേരുക, എന്നിട്ട് പറ്റുന്നൊരു ജോലിക്ക് വേഗം കയറി പറ്റുക എന്നുള്ളൊരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ മാറി കോളേജിനേക്കാൾ ഇമ്പോർട്ടൻസ് കോഴ്സിന് വരുന്നൊരു കാലഘട്ടമാണല്ലേ. അതായത് ഏറ്റവും ന്യൂജൻ ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കി കണ്ടുപിടിച്ച് അതിനായിട്ട് എവിടെ പോയാണെങ്കിൽ ആ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള കോളേജിൽ പോയി പഠിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികളാണ്, അതിനായിട്ട് അനുവദിക്കുന്ന പാരൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഒരുപാട് ന്യൂജൻ കോഴ്സ് കാണാനുണ്ട്? അപ്പോൾ അങ്ങനെ ആ ഒരു തോട്ട്, കുട്ടികളുടെ ആ ഒരു മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ പുതിയ കോഴ്സുകൾ ഇൻക്ലൂഡ് ചെയ്തത് തന്നെയാണോ? കോവിഡിന് മുന്നേ കോവിഡിന് ശേഷമുള്ള കാലഘട്ടമായിട്ട് ശരിക്കും അത് തരം തിരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം
ആ ഒരു കാലഘട്ടത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പുതിയ തലമുറയാണ്, പുതിയ ചിന്താഗതിയുള്ള ഒരു കാലഘട്ടത്തിലെ കുട്ടികളാണ് ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഗുണപരമായ ഒരു മേഖലയിൽ അവർ എത്തിപ്പെടുക എന്നുള്ളത് അവരെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നൊരു പാട്ടാണ്. അവിടെയാണ് ഈ കോളേജ് വരുന്ന മാറ്റങ്ങളുടെ പ്രത്യേകത. ഇവിടെ IT പാർക്ക് മുതൽ പ്രീ സ്കൂൾ വരെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇതുപോലത്തെ ഒരു സെൻറ്റർ വേറെ ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 വട്ടം ആലോചിക്കേണ്ടി വരുന്ന രീതിയിൽ അത്രയും വിപുലമായ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. IT ഇൻട്രസ്റ്റഡ് ആയ കുട്ടികൾക്ക് IT പാർക്കിലൂടെ നമുക്ക് അവർക്ക് ജോലി സാധ്യതകൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ CMA സെൻറ്റർ എന്ന രീതിയിൽ ഇതിനെ കാണാൻ പറ്റും. അതുപോലെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, അതല്ലെങ്കിൽ പാരാമെഡിക്കലിന് ഇതിന് ഒരു ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആയിട്ട് മാറുന്നു. ഹയാത്ത് ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്ത് അത് ചെയ്യുന്നു. എല്ലാം ജോബ് ഓറിയൻറ്റഡ് ആണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് അഷുറൻസ് കൊടുക്കുന്നു. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഏത് സ്കില്ലാണോ അവർ എടുക്കുന്നത് ആ സ്കില്ല് 100% പ്ലേസ്മെൻറ്റിന് ഈ കോളേജ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇവിടെ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് സെക്യൂർഡാണ്. ഈ സെക്യൂർഡ് ആകുന്നതിന് നമ്മൾ വേറെയും ഒരു മേഖല കൂടി ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ അവരുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരേപോലെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പാഠ്യപദ്ധതികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കുട്ടികൾ ഇന്ന് ഡ്രഗ്സിന് പുറകെ, അതല്ലെങ്കിൽ അറിയാതെ പോലും ഡ്രഗ്സിലേക്ക് ഉൾപ്പെടുന്നു എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. രക്ഷിതാക്കൾ ഭയങ്കര ഭയപ്പാടിലാണ്. തീർച്ചയായിട്ടും അവരുടെ അവരുടെ ഒരു ലഹരിയാക്കി മാറ്റുക എന്നുള്ളതാണ്. സ്വിമ്മിംഗ് പൂള് വരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ അപൂർവം സെൻറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അത്തരം ഒരു സംവിധാനം വരുന്നത്. ജിമ്മ് വരുന്നു. അവരുടെ യോഗ, അവരുടെ പാട്ട്, ഡാൻസ്, എനിത്തിങ് അവർക്ക് എന്താണോ അവരുടെ ഫിസിക്കിന് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് തോന്നുന്നത് അതിലേക്ക് അവരുടെ ഫോക്കസ് തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള, കേരളത്തിന് ഒരു പക്ഷേ ഇനി വരും നാളുകളിൽ പല കോളേജുകളും ഫോക്കസ് ചെയ്യാൻ പോകുന്ന രീതിയിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്ന ഒരു കോളേജ് എന്ന രീതിയിൽ ഒരു പക്ഷേ ഇനി അറിയപ്പെടുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു കോളേജ് അല്ലേ, നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടുവരാത്ത കേട്ടുവരാത്ത രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതിയാണ്, ഒരു സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇതൊരു പുതുമയുള്ള ഒരു കാര്യമാണ്. ഇനി സാർ പറഞ്ഞതുപോലെ വരും കാലത്ത് പല കോളേജും ഫോളോ ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിലൊരു ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിരിക്കുകയാണ് അല്ലേ. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഇതൊരു എന്താ പറയുക, റിഫ്രഷിങ് ഒരു ഐഡിയ ആയിരിക്കും. ഇനി പുതിയ കോഴ്സ് എടുക്കാനിരിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു നല്ലൊരു തുടക്കം കുറിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നിയോ വിസ്ഡം കോളേജ് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ സമ്മർ വെക്കേഷൻ ഒരു കാലമാണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ മൊബൈലിൽ അഡിക്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയമായിരിക്കും. പാരൻസിനെ സംബന്ധിച്ച് കുറച്ചൊരു ടെൻഷനായിരിക്കും. സ്കൂളിൽ പോയിട്ടുള്ള ആ ഒരു അവരവിടെ ഇരിക്കുമ്പോഴൊരു സേഫ് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ആയിരിക്കുമ്പോഴൊരു സന്തോഷം പാരൻസിന് പലർക്കും ഉണ്ടായിരിക്കില്ല. കാരണം കൂടുതലും കുട്ടികൾ വീട്ടിലായിരിക്കുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അത് പലർക്കും ടെൻഷനായിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നമുക്ക് സമ്മർ ക്യാമ്പൊക്കെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിയോ വിസ്ഡം കോളേജിൽ ഇപ്പോൾ ഒരു സമ്മർ ക്യാമ്പ് നടക്കുന്ന ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു. 10-ാം തീയതി അത് തുടങ്ങുകയാണ് അല്ലേ, ഏപ്രിൽ 10-ാം തീയതി അല്ലേ. ഇത് ഒരുപക്ഷെ ചരിത്രമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യം ഒരുപക്ഷെ പുതിയതാണ്. കാരണം ഒരു 23 വർഷത്തെ രീതികളിൽ നിന്ന് 100% മാറിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മളുടെ. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സമ്മർ ക്യാമ്പും വരുന്നത്. ഞാൻ വാർഡിനകത്തും മറ്റ് സ്ഥലങ്ങളിലും പോകുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ഫീല്, മുതിർന്ന കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അതിന് താഴെ നിൽക്കുന്ന കുട്ടികളുടെ അവരുടെ ആ മൊബൈൽ അഡിക്ഷനും മറ്റുള്ള കാര്യങ്ങളുമാണ്. തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വേണം എന്നുള്ളത് നമ്മുടെ ഒരു ചിന്തയിലുള്ളതാണ്. ഉറപ്പായിട്ടും ഇവിടെ നമ്മൾ അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് സെപ്പറേറ്റ് ഒരു വിങ് ഉണ്ട്. ആർപ്പോ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നത്. അതിന് കറക്റ്റ് ഫാക്കൽറ്റീസ് നമുക്ക് കൊടുക്കുന്നുണ്ടാകും. കുട്ടികളെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്യുന്നൊരു സംവിധാനത്തിലേക്ക് ഏപ്രിൽ 10-ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് തീർച്ചയായിട്ടും ഒരു സമ്മർ ക്യാമ്പ് എന്നതിനപ്പുറത്തേക്ക് അതൊരു ലോങ് ജേണിയാണ്. 5 മണിക്ക് ശേഷം ഇവിടെ കുടുംബസമേതം വരാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുടുംബസമേതം കുട്ടികൾക്ക് വരാം. കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ആക്ടിവിറ്റീസിനകത്തേക്ക് പങ്കെടുക്കാം. തീർച്ചയായിട്ടും പാരൻസിന് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാനുള്ള ഒരു വേദിയാക്കിയിട്ട് ഇത് മാറുന്നു. കുടുംബങ്ങൾക്ക് ഒരുമിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറുക എന്നുള്ളതാണ് നമ്മുടെ എയിം. സമ്മർ ക്യാമ്പ് കുട്ടികൾക്ക് മാത്രമല്ല, ഫാമിലിക്ക് മൊത്തമാണ് അല്ലേ. അപ്പൊ അതും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമ്മർ ക്യാമ്പാണ്. സാധാരണ എവിടെ ഒരു പീസ്ഫുൾ ലൈഫ് വരുന്നുണ്ട്, അവിടെയൊക്കെ നല്ല കുടുംബങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായിട്ടും ആ ഒരു
ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ ഒരു കുട്ടി കടന്നു വരുമ്പോൾ, ഈ കോളേജിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആ കുട്ടിയല്ല ഫോക്കസ് ചെയ്യുക. ആ കുട്ടിയോടൊപ്പമുള്ള ചുറ്റും നമ്മൾ കാണാത്ത എന്നാൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിനെയും കൂടി ചേർത്ത് പിടിക്കുന്ന രീതിയിലാണ് ഈ കോളേജ് ഇനിയുള്ള കാലങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ടാവുക. സാറിൻ്റെ ഈ ചിന്താഗതിയൊക്കെ തന്നെയാണ് നമ്മുടെ കോളേജിനെ വ്യത്യസ്തമാക്കുന്നത്. നമ്മുടെ നാടിന് ആവശ്യമുള്ള, നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഗുരു എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് സാർ ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ആയിരിക്കണം ഓരോ ടീച്ചേഴ്സും, ഓരോരുത്തരും ഓരോ കുട്ടികളെ കാണേണ്ട രീതി ഇതായിരിക്കണം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ ഒരുപാട് ഐഡിയാസ് വരുന്നത്. അത് കോളേജിൻ്റെ ആ ഒരു ഓവറോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഈ സമ്മർ ക്യാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നല്ലൊരു രീതിയിൽ നമ്മുടെ ഫ്യൂച്ചർ നല്ല രീതിയിലാക്കാനായിട്ട് എൻ്റെ ഒരു സ്വപ്നമാണ്. അതായത് ഈ കാലഘട്ടത്തിൽ എല്ലാ കോളേജുകളെ കുറിച്ചും കേൾക്കുന്നതാണ് ഡ്രഗ്സ്. അതെ, എൻ്റെ കോളേജ് ഒരു ഡ്രഗ്സ് ഫ്രീ സെൻ്ററാണ്. അതായത് ഒരു കുട്ടി പോലും ഈ കോളേജിൽ നിന്ന് ആ രീതിയിലേക്ക് മാറി എന്നുള്ള ഒരു വാർത്ത വരാതിരിക്കുന്ന രീതിയിൽ കുട്ടികളെ പേഴ്സണലി അറ്റൻഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് ഈ സ്ഥാപനം മാറുക എന്നുള്ളത്. തീർച്ചയായിട്ടും ഓരോ കുട്ടിക്കും പ്രത്യേകമായിട്ട് അറ്റൻഷൻ കിട്ടുമ്പോൾ അവർക്ക് നല്ലൊരു വഴി മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ അതിലൂടെ പോയിക്കോളുമല്ലോ. അപ്പൊ ഒരു കുട്ടിയും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഡ്രഗ്സിനകത്ത് പെടണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളല്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മളുടെ ഉദ്ദേശം. ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ നല്ല രീതിയിൽ തന്നെ വളരുന്നുള്ളതാണ്. നമ്മളിവിടെ ഓഫർ ചെയ്യുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രീ സ്കൂൾ മുതൽ IT പാർക്ക് വരെ അങ്ങനെ വലിയൊരു കോഴ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് അതിലെ കോഴ്സുകൾ? നമുക്ക് CMA വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തൃശ്ശൂർ ജില്ലയിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാവും സ്പോർട്സ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് ഒരു ഡിഗ്രിയോടൊപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കോഴ്സ്. അത് നമ്മൾ പുതുതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. സ്പോർട്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് സാധ്യതകളാണ്. ഇപ്പോൾ IPL ആണെങ്കിലും ഈവൻസുകളാണെങ്കിലും ഒരു നല്ല ഒരു മാനേജ്മെൻറ്റിന് അകത്തേക്ക് പോകുമ്പോൾ പോലും ഈ ഒരു സ്പോർട്സ് മാനേജ്മെൻറ്റ് പഠിച്ച കുട്ടിക്ക് ചാൻസസ് കൂടുതലാണ്. ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു മേഖലയാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സെൻറ്റേഴ്സുകളിൽ ഒരുപാട് പൈസ കൊടുത്ത് പഠിക്കുന്ന പല കോഴ്സുകളാണ്. നമ്മളിത് മോസ്റ്റ് അഫോർഡബിൾ പ്രൈസിലാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുക. അതിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. സ്കോളർഷിപ്പ് ഉണ്ടാവും, നിയോവിസ്റ്റത്തിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടാവും. അത് കുട്ടികളെ കറക്റ്റായിട്ട് മോൾഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. എല്ലാ കുട്ടികൾക്കും അതിനകത്ത് സാധ്യതകളുണ്ട്. അവരുടെ കരിക്കുലത്തിന് അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അവർക്കൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാവും. ആ സ്കോറിന് അനുസരിച്ചിട്ട് പൈസ ഉള്ള കുട്ടികൾക്കും പോലും സ്കോളർഷിപ്പിന് എലിജിബിൾ ആവും. തീർച്ചയായിട്ടും അതിനുശേഷം ഈ കുട്ടി ഇവിടുന്ന് പഠിച്ചിറങ്ങി പോകുമ്പോൾ ആ കുട്ടി പ്ലേസ്ഡ് ആവുന്നു എന്ന് അഷ്വർ ചെയ്യുന്നത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളതിനെ ഫ്രീ ആക്കി ഒരു പേപ്പർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് പറഞ്ഞേക്കാം അവർ പ്ലേസ്ഡ് ആണ് എന്നുള്ളത് അഷ്വർ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ അതിനകത്ത് എടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു കോഴ്സ് എടുക്കുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്പോർട്സ് മാനേജ്മെൻറ്റ് പറഞ്ഞു, വളരെ വെറൈറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമ്മൾ അധികം കണ്ടുവരാത്തൊരു കോഴ്സ്. അതിനാണ് നമ്മൾ ഈ ജിമ്മും സ്വിമ്മിങ്ങും ഇതെല്ലാം ഇതിനെ കണക്ട് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും CMA വരുന്നുണ്ട്. CMA പഠിക്കുന്ന ഒരു കുട്ടി പാസ്സാവുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് പ്ലേസ്ഡ് ആവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. അതും ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ്. നമ്മൾ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാത്തൊരു മേഖലയാണ്. കാരണം അവിടെ ഒരുപാട് ആളുകൾ ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് VFXൻ്റെ കോഴ്സ്. അല്ലാതെ നമ്മൾ ഇതുപോലെ ഒരുപാട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് എന്ന് പറയാം. VFX ഇപ്പോൾ നമ്മൾ കാണുന്ന ഏത് സിനിമയ്ക്കകത്തും അതുണ്ട് എന്നുള്ളതാണ്. അതായത് എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ, ഇതൊരു ഇക്കോസിസ്റ്റമാണ്. ഏത് രീതിയിലാണ് ഒരു കുട്ടിയുടെ ടേസ്റ്റ് എന്നുണ്ടെങ്കിൽ അതിനെല്ലാം സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സെൻറ്ററാണ്. തീർച്ചയായിട്ടും നമ്മൾ ഹയാത്ത് ഹോസ്പിറ്റലായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും ഇവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളാണ്. ഈവൻ NIOS ഉണ്ട് ഇവിടെ. അതായത് 10th അതിൽ +2 ഫെയിലിയർ ആയിട്ടുള്ള കുട്ടികൾക്ക്, എഴുതാൻ പറ്റാത്ത ആളുകൾക്ക്, ഏത് മേഖലയിലുള്ള ആളുകൾക്ക് അത് എക്സാമിന് പഠിച്ച് എക്സാം NIOS സെൻറ്ററും കൂടിയാണ്. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള തലത്തിൽ നിൽക്കുന്ന കുട്ടികളെ ഒരുമിച്ചൊരു സെൻറ്ററിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ജീവിതത്തിൽ ഒരുപാട് ഐഡിയാസ് കിട്ടും. എക്സ്പീരിയൻസ് ആണ് ഒരാളുടെ ഏറ്റവും ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു സംഭവം. തീർച്ചയായിട്ടും അതിനും പറ്റുന്ന രീതിയിലേക്ക് ഇത് ഡിസൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്.
ഇനി നമ്മുടെ കോഴ്സിൽ ഇനിയും ഒരുപാട് കോഴ്സ് നമ്മൾ എടുക്കുക ആർട്സ് കോളേജ് എന്ന് പറയുമ്പോൾ ഒരുപാട് കോഴ്സ് ഉണ്ടാവും, അതും ഉണ്ടല്ലേ? അതായത് BCom പിന്നെ BCA, MCA, MCom, BA, എവറിത്തിങ് എല്ലാം നമ്മളെ UG PG വരുന്ന എല്ലാ കോഴ്സുകളും വരുന്നുണ്ട്, MBA വരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇല്ലാത്തതൊന്നുമില്ലേ? എന്താണ് ഒരാൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതൊക്കെ ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കോഴ്സുകൾക്കൊക്കെ ഒപ്പം തന്നെ നമ്മൾ പ്രീ പ്രൈമറി കോഴ്സ് കൂടെ ഇവിടെ കൊടുക്കുന്നുണ്ടല്ലേ? കൊച്ചു കുട്ടികളെ വരെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ട്. അത് സത്യത്തിൽ അതൊരു കുടുംബത്തിനെ വെൽക്കം ചെയ്യുക എന്നുള്ളതിൻ്റെ എയിം അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും പ്രീ സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രീ സ്കൂൾ ആഡ് ചെയ്യല്ലേ ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു പ്രീ സ്കൂൾ ഫ്രാഞ്ചൈസിയാണ് യൂറോ കിഡ്സ് എന്ന് പറയുന്നത്. ഒരുപാട് അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ളൊരു പ്രീ സ്കൂളാണ്. തീർച്ചയായിട്ടും അവരുടെ കൃത്യം കരിക്കുലാണ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ കേരളത്തിലെ കുട്ടികളെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക 10th ശേഷം അല്ലെങ്കിൽ 10th എത്തുമ്പോഴാണ്. ഞാൻ ഉറപ്പായിട്ടും പറയാം, ഏറ്റവും കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ അവരെ മോൾഡ് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ റിസൾട്ട് അവരുടെ ഫ്യൂച്ചറിലുണ്ടാകും. തീർച്ചയായിട്ടും അത് ആ ഒരു ചിന്താഗതിയോടുകൂടിയാണ് നമ്മൾ പ്രീ പ്രൈമറി ഒരു സെക്ഷൻ കൂടെ തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ പാരൻസിനെ സംബന്ധിച്ച് ചെറിയൊരു കുട്ടിയുടെ അങ്ങനത്തെ പാരൻസിനും അതുപോലെ വലിയ കുട്ടികൾ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന പാരൻസിനാണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് പാരൻസിനും ഒരു ഫാമിലി കൂടെ ആണ്, അവർക്ക് കൂടെ ഉള്ളൊരു ഹോമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് കൂടെ ഒരു ചാൻസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളേജിൽ അല്ലേ? ഞാൻ അടുത്ത എൻ്റെ ഒരു ചിന്ത, പാരൻസിന് എന്തെങ്കിലും ഒരു ജോബ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു കുടുംബമായി മാറട്ടെ. നിയോവിസ്റ്റം എന്ന് പറയുന്നത് കുട്ടികൾ മാത്രമല്ല, ആ കുട്ടികളുമായിട്ട് സറൗണ്ട് ചെയ്യുന്ന ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു കുടുംബമായി മാറട്ടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സ്വപ്നങ്ങളൊക്കെ അത് ആ ഉദ്ദേശിക്കുന്ന ലെവലിൽ തന്നെ നടത്താനായിട്ട് പറ്റട്ടെ. കാരണം അത്രയും നമുക്കത് കേൾക്കുന്ന സമയത്ത് തന്നെ അത്രയും അട്രാക്റ്റീവാണ്. നമ്മൾ സാധാരണ എവിടെയും കണ്ടുവരാത്ത അല്ലെങ്കിൽ കേട്ടുവരാത്ത രീതിയിലുള്ള എന്നാൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയിലാണ് സാർ പറയുന്നത്. സാറിൻ്റെ ഈ ഐഡിയാസും പ്ലാനിങ്സും ഒക്കെ വരുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ നടപ്പിലാക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും ഇവിടെ വരാനായിട്ടും ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ടും ഇതൊക്കെ യൂസ്ഫുൾ ആവാനായിട്ടും ഒക്കെ പറ്റട്ടെ. താങ്ക് യു.